ഈ വീക്കെൻഡുകളാകുമ്പോഴത്തേക്കിനും നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു സ്ഥിരം ചോദ്യമാണ് കേട്ടോ. സാറ്റർഡേ സൺഡേ ഒക്കെ ആയിട്ട് എന്താണ് പരിപാടി, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്ലാനുകളുണ്ടോ എന്നൊക്കെ. അത് പ്രത്യേകിച്ച് നമ്മളോട് ചോദിക്കുന്നത് ഇവിടുത്തുകാരാണ്. ഇവിടുത്തുകാരെ സംബന്ധിച്ച് ഈ വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ ഫുള്ള് റിലാക്സ് ചെയ്യാനും റെസ്റ്റ് എടുക്കാനും റീസെറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സമയമാണ് കേട്ടോ. നമുക്കത് അങ്ങനല്ല. എന്നെ സംബന്ധിച്ച് വീക്ക് ഡേയ്സും വീക്കെൻഡും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സാധാരണ വെള്ളിയാഴ്ച വൈകിട്ട് ഇവർക്ക് മിക്കവാറും ഫുട്ബോളിൻ്റെ മാച്ച് കാണും. ശനിയാഴ്ചയും അതേപോലെ ഇവർ രണ്ടിൽ ഒരാൾക്ക് എവിടെയെങ്കിലും മാച്ച് കാണും. അപ്പോൾ ഞാൻ ഇവരെ അതിന് കൊണ്ടുവിടുക, വിളിച്ചുകൊണ്ട് വരിക. പിന്നെ ഇവർ ആ മാച്ച് നടക്കുന്ന സമയത്ത് നെക്സ്റ്റ് വീക്കിലേക്കിനുള്ള ഗ്രോസറിയൊക്കെ ഒന്ന് ഷോപ്പ് ചെയ്യുക, അത്യാവശ്യം വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ മേടിക്കുക. പിന്നെ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡും കഴിച്ച് തിരിച്ച് വീട്ടിൽ പോരുക. ഞായറാഴ്ചകളിൽ പിന്നെ പതിവ് പോലെയുള്ള പള്ളിയും സൺഡേ സ്കൂളും എന്നുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മളുടെ ഒരു വീക്കെൻഡൊക്കെ കടന്നു പോകുന്നത്. മറ്റ് വലിയ തിരക്കുകളൊന്നും വന്നില്ല എങ്കിൽ. അപ്പം ഇന്നത്തെ മാച്ചൊക്കെ കഴിഞ്ഞിട്ട് സർപ്രൈസായിട്ട് അച്ചായൻ ഞങ്ങളെ ഒരു ഹോട്ടലിലോട്ടാണ് കൊണ്ടുപോയത്. നേരത്തെ വിളിച്ച് സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ സർപ്രൈസ് ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മളിത് എപ്പോഴും ഒന്നും ഇങ്ങനെ പുറത്തു പോയി കഴിക്കുന്ന ഒരു പതിവ് കാര്യമൊന്നുമല്ല, വല്ലപ്പോഴും ഒക്കെ പോകാറുമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കുറച്ചധികം നാൾ കൂടിയാണ് കേട്ടോ നമ്മളിപ്പോൾ പുറത്തെല്ലാവരും കൂടെ പോയി ഫുഡ് കഴിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ ഒരു സമയത്ത് ഒന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ മുക്കിനാണ് ഇഷ്ടംപോലെ ഫുഡിൻ്റെ കടകളൊക്കെ ഉള്ളത്. നമ്മുടെ നാട്ടിലെ ഫുഡ് അതേപോലെ ആ ഒരു രുചിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ രീതിക്കുള്ള കടകളൊന്നും ഇവിടെ അധികം ഇല്ല. അഥവാ കണ്ടാൽ തന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ കിട്ടുന്നത്. അതും ഒന്നും രണ്ട് ഷോപ്പുകൾ അങ്ങും ഇങ്ങും ഒക്കെ കാണുകയുള്ളൂ. ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. എല്ലായിടത്തും ഇങ്ങനെ ആകണമെന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇവരുടെ ഫുഡുമായിട്ട് അങ്ങ് സെറ്റായി. ഇപ്പം പിന്നെ എന്ത് ഫുഡ് കഴിക്കണം, എന്ത് ഓർഡർ ചെയ്യണമെന്നൊക്കെ ഇപ്പം അത്യാവശ്യം ബോധവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ മെനു കാർഡ് വായിച്ച് തന്നെ ഒരു 5-10 മിനിറ്റ് അങ്ങനെ പോകും. പിന്നെ വായിക്കൊള്ളാവുന്ന ഒരു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞാൽ കേൾക്കാൻ സുഖമുള്ള പേരും ഒക്കെ നോക്കി ഒരു ഫുഡ് ഐറ്റം അങ്ങ് ഓർഡർ ചെയ്യാറാണ് പതിവ്. ഈ ഫുഡ് ഐറ്റംസിൻ്റെയൊക്കെ പേര് ഇപ്പം നല്ല ഫെമിലിയറായി. ഇതിൻ്റെ രുചി എന്താണെന്നൊക്കെ മനസ്സിലായതുകൊണ്ട് മെനു കാർഡ് കിട്ടിയാൽ കണ്ണും പൂട്ടി നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും. ഞങ്ങളെപ്പോലെ തന്നെ നമ്മളുടെ നാട് വിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ യൂറോപ്യൻ കൺട്രിയിലൊക്കെ എത്തുന്ന എല്ലാവരുടെയും തുടക്കത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് കേട്ടോ ഇത്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ കാണും വരെ ബൈ.